ഹായ് ഗൈസ്, വെൽക്കം ടു വീലൻ. ഇസ്രയേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിനും അതുപോലെ തന്നെ പാലസ്തീനും ഇടയിലുള്ള പ്രശ്നം? ഇതിൻ്റെ യഥാർത്ഥ ചരിത്രം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അനേകം നൂറ്റാണ്ടുകൾ പുറകോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇസ്രയേൽ എന്നും പാലസ്തീൻ എന്നും അറിയപ്പെടുന്ന ഈ ഒരു ഭൂപ്രദേശം പണ്ടറിയപ്പെട്ടിരുന്നത് മറ്റൊരു പേരിലായിരുന്നു. മെഡിറ്ററേനിയൻ കടലിനും അതുപോലെ തന്നെ ജോർദാൻ റിവറിനും ഇടയിലുണ്ടായിരുന്ന ഈ ഒരു പ്രദേശത്ത് ജീവിച്ചു വന്നിരുന്ന ആൾക്കാരെ, അതായത് ആ ജനങ്ങളെ വിളിച്ചിരുന്നത് ഇസ്രയേലിറ്റീസ് എന്നും അവർ പ്രധാനമായിട്ടും മതപരമായിട്ട് സ്പിരിച്വലി അവർ ഫോളോ ചെയ്ത് പോന്നിരുന്നത് ജൂതമതവുമായിരുന്നു. എന്നാൽ പിന്നീട് കാലാകാലങ്ങളായിട്ട് ഈ ഒരു പ്രദേശത്ത് അനേകം മാറ്റങ്ങൾ വന്നു ഭവിക്കുകയുണ്ടായി. ഏകദേശം BC 8ാം സെഞ്ചുറിയോടുകൂടി ഈ ഒരു പ്രദേശത്ത് വലിയ രീതിയിലുള്ള കടന്നുകയറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഈ ഒരു പ്രദേശത്തിൻ്റെ നോർത്തേൺ ഭാഗം അസീരിയൻ എംപയർ പിടിച്ചടക്കുകയും അതിനുശേഷം BC 586 ബാബിലോണിയൻസ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഈ ഒരു പ്രദേശത്ത് നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി ജൂതമതക്കാർക്ക് അവരുടെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഫസ്റ്റ് ടെമ്പിൾ അല്ലെങ്കിൽ ഒന്നാം ക്ഷേത്രം ഈ ഒരു ആക്രമണങ്ങളിൽ കൂടെ തകർക്കപ്പെടുകയും അതിനുശേഷം ജൂതമതക്കാർക്ക് അവരുടെ സ്വന്തം ജന്മനാടായിട്ടുള്ള അവരുടെ ഹോംലാൻഡ് ആയിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്രദേശത്ത് നിന്ന് പുറത്തു പോകേണ്ട, അതായത് പലായനം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു. കാരണം ബാബിലോണിയൻസിൻ്റെ ആക്രമണങ്ങൾ നടന്ന സമയത്ത് അവർ ഈ ജൂതമതക്കാരെ ആ ഒരു പ്രദേശത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാൽ അവിടെ നിന്ന് തുടച്ചു നീക്കുവാനായിരുന്നു ബാബിലോണിയൻസ് ശ്രമിച്ചത്. അതിനുശേഷം ഭരണം മാറി വരികയും പേർഷ്യൻ ഭരണാധികാരികളുടെ കയ്യിൽ ഈ ഒരു പ്രദേശം എത്തുകയും ചെയ്തു. പേർഷ്യൻ രാജാവായിരുന്ന സൈറസ് ദി ഗ്രേറ്റ് ജൂതന്മാർക്ക് അവരുടെ ജന്മനാടായ ഈ ഒരു പ്രദേശത്തേക്ക് തിരിച്ചു വരുവാനും കൂടാതെ തകർക്കപ്പെട്ട വിശുദ്ധമായ ഒന്നാം ടെമ്പിളിന് പകരമായി മറ്റൊരു ക്ഷേത്രം പണിയാനുള്ള അവകാശവും നൽകി. അങ്ങനെ വന്നത് രണ്ടാമത്തെ ടെമ്പിളാണ് ദ സെക്കൻഡ് ടെമ്പിൾ, അല്ലെങ്കിൽ രണ്ടാമത്തെ ജൂതന്മാരുടെ വിശുദ്ധമായ ക്ഷേത്രം. പിന്നീട് അതിനുശേഷം ഈ ഒരു പ്രദേശം അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ കൈകളിൽ എത്തുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം സെലൂസിഡ് എംപയർ ഈ ഒരു പ്രദേശത്തിന് മുകളിലുള്ള അധികാരങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ BC 2ാം നൂറ്റാണ്ടോടുകൂടി ഒരു കലാപം നടക്കുകയും ആ കലാപം അറിയപ്പെടുന്നത് മക്കാബിയൻ റിവോൾട്ട് എന്ന പേരിലാണ്. അങ്ങനെ മക്കാബിയൻ റിവോൾട്ട് നടക്കുകയും ഈ റിവോൾട്ടിൽ ജൂതന്മാർ സെലൂസിഡ് എംപയറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പ്രദേശത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയും ഹസ്മോനിയൻ കിങ്ഡം എന്ന് പറയുന്ന പുതിയൊരു കിങ്ഡം ഈ ഒരു പ്രദേശത്തിന് മുകളിൽ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ ഇതോടുകൂടി ജൂതന്മാർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ ഒരു രാജ്യമായിട്ട് ഈ ഒരു പ്രദേശം പിന്നീട് മാറി. അങ്ങനെ ഇരിക്കെ BC 63 റോമൻസ് ഇവിടേക്ക് കടന്നു വരുന്നത്. റോമൻസിൻ്റെ കടന്നു വരവോടുകൂടി ജുഡിയ എന്നറിയപ്പെട്ടിരുന്ന ഈ ഒരു പ്രദേശം റോമൻസിൻ്റെ ക്ലൈൻ സ്റ്റേറ്റ് ആയിട്ട് മാറുകയും ഇതിനെ തുടർന്ന് അനേകം പ്രശ്നങ്ങൾ ഇവിടെ ആരംഭിക്കുകയും ചെയ്തു. ജൂയിഷ് റോമൻ യുദ്ധത്തിൻ്റെ ആരംഭത്തിലേക്ക് അത് നയിക്കുകയും ജൂതന്മാരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു മോശം അധ്യായമായിട്ട് അത് പര്യവസാനിക്കുകയും ചെയ്തു. വിശുദ്ധമായിട്ടുണ്ടായിരുന്ന സെക്കൻഡ് ടെമ്പിൾ തകർക്കപ്പെടുകയും ആയിരക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ യുദ്ധത്തിൻ്റെ പരാജയത്തിന് ശേഷം 132-ാം ആണ്ടിൽ സൈമൺ ബാർക്കോബയുടെ നേതൃത്വത്തിൽ ബാർക്കോബ റിവോൾട്ട് നടക്കുകയും എന്നാൽ ഈ ഒരു റിവോൾട്ടിൽ ദയനീയമായി ജൂതന്മാർ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. ഇതിനുശേഷം ജൂതന്മാരെ അടിമകളാക്കി മാറ്റുകയും ശേഷം ജൂതമതം ഈ ഒരു പ്രദേശത്ത് പ്രാക്ടീസ് ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ഈ ഒരു പ്രദേശത്തിൻ്റെ പേര് ജുദിയ എന്നതിൽ നിന്നും റോമൻസ് പാലസ്തീന എന്ന വാക്കിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനുശേഷം 4ാം നൂറ്റാണ്ടാകുന്നതോടുകൂടി റോമൻ എംപയർ ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും ജെറുസലേമിന് ചുറ്റുമായി അനേകം വിശുദ്ധ നിർമ്മിതികൾ നിർമ്മിക്കുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ബാർക്കോബ റിവോൾട്ടോടുകൂടി ജൂതന്മാർ പുറത്താക്കപ്പെട്ട ഇവിടേക്ക് റോമൻ എംപയറിന് കീഴിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അനേകം ദേവാലയങ്ങൾ ദർശിക്കാനായി അനേകം തീർത്ഥാടകരും വന്നു തുടങ്ങി. അങ്ങനെ പോകെ വർഷം 683 ആകുന്നതോടുകൂടി പ്രോഫറ്റ് മുഹമ്മദ് മരണമടയുകയും ബസാന്റൈൻ എംപയറിൻ്റെ കയ്യിൽ നിന്നും ഇസ്ലാമിക് പട്ടാളം ജെറുസലേം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ജെറുസലേമും അതിനു ചുറ്റും വരുന്ന പ്രദേശങ്ങളും ഇസ്ലാമിക് കാലിഫേറ്റിന് കീഴിൽ വരികയും അങ്ങനെ പണ്ട് ജൂതക്ഷേത്രം ഇരുന്ന സ്ഥലത്ത് പുതുതായി അൽ അക്സ മോസ്ക് പണി കഴിപ്പിക്കുകയും ചെയ്തു. ശേഷം 11ാം നൂറ്റാണ്ടാകുന്നതോടുകൂടി പോപ്പ് അർബൻ 2-ാമൻ്റെ പ്രസംഗത്തെ തുടർന്ന് ഒന്നാം കുരിശുദ്ധത്തിന് തുടക്കം കുറിക്കുകയും വിശുദ്ധ ഭൂമിയായ ജെറുസലേം മുസ്ലിംസിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുവാനായി ക്രിസ്ത്യൻ നൈറ്റ്സ് മാർച്ച് ചെയ്യുകയും വലിയ രീതിയിലുള്ള മുസ്ലിം ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നവരുടെ മസാക്കറിന് കാരണമാവുകയും
കിങ്ഡം ഓഫ് ജെറുസലേം അവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു നൂറ്റാണ്ടോളം കാലം അവരുടെ നിയന്ത്രണത്തിലിരിക്കുകയും വർഷം 1187 ആകുന്നതോടുകൂടി മുസ്ലിം ലീഡറായിരുന്ന സലാദിൻ ബാറ്റിൽ ഓഫ് ഹത്തീനിലൂടെ ഈ ഒരു പ്രദേശം തിരിച്ചു പിടിക്കുകയും ചെയ്തു. പിന്നീട് 1517 ഒട്ടോമൻ എംപയറിന് കീഴിൽ പാലസ്തീൻ ഉൾപ്പെടുന്ന ഈ പ്രദേശം വരികയും പിന്നീടുള്ള 400 വർഷം അവർ അവിടെ ഭരണം നടത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് 1896 ആകുന്നതോടുകൂടി തിയോഡർ ഹെർസലിന്റെ നേതൃത്വത്തിൽ സയോണിസ്റ്റ് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. യൂറോപ്പ്, റഷ്യ, ലോകത്തുടനീളമുള്ള സ്ഥലങ്ങളിൽ ജൂതന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരേയൊരു മാർഗം ജൂതന്മാർ അവരുടെ ഹോംലാൻഡായിട്ടുള്ള പാലസ്തീനിലേക്ക് തിരിച്ചു വരുന്നതാണെന്നും അവിടെ മാത്രമേ ജൂതന്മാർക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഇവർ വിശ്വസിച്ചു. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ജൂയിഷ് ഇമിഗ്രേഷൻ ആരംഭിക്കുകയും ജൂതന്മാർ വലിയ രീതിയിൽ പാലസ്തീനിലേക്ക് തിരിച്ചു വരികയും വലിയ രീതിയിലുള്ള ഭൂപ്രദേശങ്ങൾ അവർ പർച്ചേസ് ചെയ്യുകയും ശേഷം അത് അഗ്രികൾച്ചർ സെറ്റിൽമെൻറ്റായി ഇവരുടെ ഒരു ഭാഗമായിട്ട് മാറ്റുകയും ചെയ്തു. ഇതോടുകൂടി ഈ ഒരു പ്രദേശത്തുള്ള ജനസംഖ്യ വലിയ രീതിയിൽ വർദ്ധിക്കുകയും അവിടെ ഉണ്ടായിരുന്ന അറബ് പോപ്പുലേഷൻസും ജൂതന്മാർക്കുമിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഓട്ടോമൻ എംപയറിനെ തോൽപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രദേശത്തിന് മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറിയായ ആർതർ ബാൽഫോർ മുന്നോട്ട് വെച്ച ഐഡിയയാണ് ഈ ഒരു പ്രദേശത്തിൽ വസിക്കുന്ന ജൂത സമൂഹത്തെ താങ്കളുടെ കൂടെ നിർത്തുക എന്നത്. അതിനെ തുടർന്ന് 1917 നടത്തിയ പ്രഖ്യാപനമാണ് ബാൽഫോർ ഡിക്ലറേഷൻ. അതായത് ഈ ഒരു യുദ്ധം ജയിക്കുകയാണെങ്കിൽ പാലസ്തീൻ എന്ന പ്രദേശത്ത് ജൂതന്മാർക്ക് സ്വന്തമായിട്ടൊരു രാജ്യമാണ് ഇതിലൂടെ ബാൽഫോർ ഡിക്ലറേഷൻ എന്ന പേരിൽ വാഗ്ദാനം നൽകിയത്. ജൂതന്മാർക്ക് ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകിയ അതേ സമയം തന്നെ ഓട്ടോമൻ എംപയറിനെതിരെ പോരാടുവാൻ അറബ്സിനും മറ്റൊരു പ്രോമിസ് നൽകുന്നുണ്ട്. അതായത് ഈ യുദ്ധത്തിൽ അറബ്സ് തങ്ങളെ സഹായിക്കുകയാണെങ്കിൽ അറബ്സിന് രാജ്യം നൽകാമെന്ന പേരിൽ ബ്രിട്ടീഷുകാർ ഇവർക്കും വാക്ക് നൽകുന്നു. എന്നിരുന്നാലും ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ജൂതന്മാരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും ജൂയിഷ് പോപ്പുലേഷൻ ഇവിടെ വലിയ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്തു. 1920-നും 1930-നും ഇടയിൽ യൂറോപ്പിലെ സ്ഥിതി മാറി മറിഞ്ഞതോടുകൂടി ജൂയിഷ് ഇമിഗ്രേഷൻ പിന്നെയും ഇങ്ങോട്ട് വരുന്നതിനുള്ള ആക്കം കൂടുകയും തുടർന്ന് അറബ് പോപ്പുലേഷൻ ബ്രിട്ടീഷുകാർക്കും ജൂതന്മാർക്കും മുകളിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടത്തുവാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ബ്രിട്ടീഷുകാർ ജൂയിഷ് ഇമിഗ്രേഷന് താൽക്കാലികമായിട്ടുള്ള ഒരു ബാൻ ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു സമയം ജൂസിൻ്റെ വലിയ രീതിയിലുള്ളൊരു ഇമിഗ്രേഷൻ ഈ ഒരു പ്രദേശത്തേക്ക് വരുന്നതിനെ അറബ് മുസ്ലിംസ് വലിയ രീതിയിൽ ഭയപ്പെട്ടിരുന്നു. കാരണം അവർക്ക് ഈ ഒരു മേഖലയിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന്. അങ്ങനെയാണെങ്കിലും രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് ഹോളോകോസ്റ്റും 6 മില്യൺ ജൂതന്മാരുടെ മരണവും കൂടാതെ ജൂയിഷ് അണ്ടർഗ്രൗണ്ട് ഗ്രൂപ്പുകളുടെ സ്വാധീനവും കാരണം ബ്രിട്ടീഷുകാർക്ക് ജൂതന്മാരുടെ ഇമിഗ്രേഷന് മുകളിൽ മുമ്പ് ഏർപ്പെടുത്തിയിരുന്ന ബാൻ എടുത്തു മാറ്റേണ്ടതായിട്ട് വരുന്നു. തുടർന്ന് ജൂയിഷ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സമ്മർദ്ദവും ഇവർക്ക് മുകളിൽ വർദ്ധിച്ചു വന്നു. ശേഷം രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുകയും ബ്രിട്ടീഷുകാർ ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നം പുതുതായി രൂപം കൊണ്ട ലോകരാജ്യങ്ങളുടെ സംഘടനയായ യുണൈറ്റഡ് നേഷൻ മുന്നിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് 1947 യുണൈറ്റഡ് നേഷൻ ഒരു പാർട്ടീഷൻ പ്ലാൻ കൊണ്ടുവരികയും പാലസ്തീനെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് ഒരു ജൂതന്മാരുടെ ഭൂരിപക്ഷമുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യവും അറബിൻ്റെ ഭൂരിപക്ഷമുള്ള പാലസ്തീൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യവും രണ്ടും കൂടി ഒരുമിച്ച് നിർമ്മിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു പദ്ധതി മുന്നോട്ട് വെക്കുകയും ജെറുസലേമിനെ ഒരു ഇൻ്റർനാഷണൽ സിറ്റി ആയിട്ട് നിലനിർത്താനും തീരുമാനിക്കുന്നു. ഈ ഒരു പ്ലാനെ ഇസ്രയേൽ അംഗീകരിക്കുകയും എന്നാൽ പാലസ്തീനും ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളും ഈ ഒരു പ്ലാനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. അതായത് 1947 യുണൈറ്റഡ് നേഷൻ പാലസ്തീൻ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് 2 രാജ്യങ്ങൾ ഉണ്ടാക്കാനാണ് വന്നത്. ഒരു രാജ്യം എന്ന് പറയുന്നത് ഇസ്രയേൽ, രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് പാലസ്തീൻ. ഏകദേശം 2 തുല്യമായിട്ടുള്ള ഭാഗങ്ങളായിട്ട് വിഭജിക്കുക. അതിലൊരു ഭാഗം ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതന്മാർക്ക് കൊടുക്കുക, മറ്റൊരു ഭാഗം പാലസ്തീന് കൊടുക്കുക. അങ്ങനെ കൊണ്ടുവന്ന് ഈ ഒരു പ്ലാനെ ഇസ്രയേൽ അത് അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് ഈ പകുതി മതി, ഞങ്ങളിവിടെ ജീവിച്ചോളാം എന്ന് പറയുന്നു. എന്നാൽ ബാക്കിയുണ്ടായിരുന്ന പകുതിയിൽ വന്ന അറബ്സ് ഇതിനെ സമ്മതിക്കുന്നില്ല. അവർ ഈ പ്ലാനിനെ റിജക്റ്റ് ചെയ്യുന്നു. കാരണം അവർ പറഞ്ഞു അവർക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് മിഡിൽ ഈസ്റ്റിൽ ഒരു ജൂതരാജ്യം വരുവാൻ അവർക്ക് സമ്മതമല്ല എന്ന് അറബ് മുസ്ലിംസും കൂടാതെ തന്നെ
ആ ഒരു പ്രദേശത്തുണ്ടായത് മറ്റ് അറബ് മുസ്ലിം രാജ്യങ്ങളും കൂടി ചേർന്ന് പാലസ്തീന് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഈ ഒരു പ്രദേശത്ത് ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുവാനായിട്ട് അവർക്ക് സമ്മതമല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ 1948 മെയ് 14 ആകുന്നതോടുകൂടി ബ്രിട്ടീഷുകാർ പിന്മാറുകയും പുതിയൊരു ജൂതരാജ്യം സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ സ്ഥാപിതമാകുകയും ചെയ്തു. തുടർന്ന് അതിൻ്റെ പിറ്റേ ദിവസം ഈജിപ്ത്, ജോർദാൻ, സിറിയ, ലെബനൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് 1948 അറബ് ഇസ്രയേൽ വാർ നടക്കുകയും ഇസ്രയേൽ ജയിക്കുകയും പാലസ്തീൻ അറബ് ജനതയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഏൽക്കുകയും ചെയ്തു. ഇതിനുശേഷം തുടർച്ചയായി മറ്റ് ചില യുദ്ധങ്ങളും കൂടി ഉണ്ടാകുന്നുണ്ട്. 1956 സൂയിസ് ക്രൈസിസും 1967 സിക്സ് ഡേയ്സ് വാറും 1973 യോം കിപ്പൂർ വാറും നടക്കുന്നു. അങ്ങനെ നടന്ന 1967 സിക്സ് ഡേയ്സ് വാറിലൂടെ വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും ഈസ്റ്റ് ജെറുസലേമും ഗോലൻ കുന്നുകളും സിനായ് പെനിൻസുലയും ഇസ്രയേൽ ഇവരുടെ കൈകളിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് PLO രൂപീകൃതമാവുകയും 1980 ഫസ്റ്റ് ഇന്തിഫാദ ഇസ്രയേലിനെതിരെ ആരംഭിക്കുകയും ചെയ്തു. അത് 1990 ഓസ്ലോ അക്കോർഡ്സിൽ ചെന്ന് പര്യവസാനിക്കുകയും ചെയ്തു. ഈ ഒരു ചരിത്രം നമ്മൾ മറ്റൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നീട് 2000 ആകുന്നതോടുകൂടി കുറേ കൂടെ വയലൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഇന്തിഫാദ നടക്കുകയും വളരെ വയലൻ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കുകയും ചെയ്തു. ശേഷം ഏകദേശം 2005 ആയപ്പോഴേക്കും ഇസ്രയേൽ ഗാസ സ്ട്രിപ്പിൽ നിന്ന് പിന്മാറുകയും തുടർന്ന് ഗാസ സ്ട്രിപ്പ് ഹമാസിൻ്റെ കരങ്ങളിൽ എത്തുകയും ചെയ്തു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1947 മുതൽ 2023 വരെ നടക്കുന്ന ഈ ഒരു ഹിസ്റ്ററി നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം അത് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ശരിക്കും നമ്മൾ ഇതിനെ ഒന്ന് ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ ഭാഗത്താണോ അതോ പാലസ്തീൻ്റെ ഭാഗത്താണോ ന്യായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടേതായിട്ടുള്ള വാദങ്ങളിൽ രണ്ടുപേരുടെ ഭാഗത്ത് നമുക്ക് ന്യായം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമുക്കതിൽ തുടക്കത്തിൽ ഇസ്രയേലിൻ്റെ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ ഭാഗം എടുക്കുകയാണെങ്കിൽ ബേസിക്കലി ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ജൂതന്മാരുടെ ഹോംലാൻഡ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ ലോകത്തുടനീളം ഒരു രാജ്യം എന്നൊക്കെ പറയുന്നതിന് ഒരു പ്രോപ്പർ സ്ട്രക്ചർ നിലവിൽ വരുന്നത് രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച് യുണൈറ്റഡ് നേഷൻസ് ഒക്കെ രൂപീകൃതമാകുന്നതോടുകൂടിയാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് കമ്പാരിസണായിട്ട് എടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യനെ വിഭജിക്കുന്നത് ഏകദേശം ഈ ഒരു സമയത്താണ്. അപ്പോൾ ഇന്ത്യനെ വിഭജിക്കാനുണ്ടായിരുന്ന ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ വിഭജനം നടന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഇസ്രയേലിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഇസ്രയേലിൽ ബേസിക്കലി ഈ ഒരു പാർട്ടീഷൻ വരാനുണ്ടാക്കുന്ന കാരണം രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് പ്രശ്നങ്ങളാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഇന്ത്യയിൽ വിഭജനത്തിന് ശേഷം വലിയ രീതിയിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഞങ്ങൾക്ക് ആ വിഭജനം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കലാപങ്ങൾ ഉണ്ടായില്ല. എന്നാൽ നമ്മളിപ്പോൾ ഇസ്രയേലിലേക്ക് ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ നോക്കുന്ന സമയത്ത് അതൊരു രാജ്യം പാർട്ടീഷൻ അംഗീകരിക്കുകയും മറ്റൊരു രാജ്യം പാർട്ടീഷൻ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇസ്രയേലിൻ്റെയും പാലസ്തീൻ്റെയും ഇടയിൽ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ബേസിക് റീസൺ. 1947-48 കാലഘട്ടങ്ങളിൽ ഈ ഒരു പാർട്ടീഷൻ പ്ലാൻ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യവും അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരു പക്ഷേ ഇസ്രയേലിനും പാലസ്തീനും ഇടയിൽ തുല്യമായിട്ട് ഈ രണ്ട് ലാൻഡും വിഭജനം നടന്ന് രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഒരു പക്ഷെ പോകുമായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കേണ്ട കാര്യം പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതിന് വലിയൊരു പങ്ക് ആ ഒരു പ്രദേശത്തുണ്ടായിരുന്ന മറ്റ് അറബ് രാജ്യങ്ങൾക്കുണ്ട്. ശേഷം യുദ്ധം നടന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയും അതിൽ പാലസ്തീൻ്റെ കയ്യിലിരിക്കുന്ന പ്രദേശങ്ങളിൽ അവരെ സഹായിക്കാനായിട്ട് വന്ന ഈ അറബ് രാജ്യങ്ങൾ തന്നെ കയ്യേറുന്നതായിട്ട് നമുക്ക് പിന്നീട് കാണാം. പിന്നീട് ഈ കയ്യേറിയ പ്രദേശങ്ങളൊക്കെ പിന്നീടുള്ള യുദ്ധങ്ങളിൽ കൂടെ ഇസ്രയേൽ തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇസ്രയേൽ പറയുന്ന വാദം എന്തെന്നാൽ അവരവരുടെ രാജ്യത്തിൻ്റെ സോവറിൻ്റെ അല്ല പരമാധികാരം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ഈ യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കലാപങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെൻറ്റ്. ഇനി നമ്മൾ ഇതേ സമയം പാലസ്തീനെ നോക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്ത് നമുക്ക് ന്യായം കണ്ടെത്താനായിട്ട് സാധിക്കും. ബിക്കോസ് 1947-48 കാലഘട്ടങ്ങളിൽ അവരുടെ ഏതെങ്കിലുമൊക്കെ പൂർവികർ ആ ഒരു സമയത്തെ പാർട്ടീഷൻ പ്ലാൻ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയൊരു 2024 അല്ലെങ്കിൽ 2023 ഒക്കെ ടൈമിൽ അവരതിൻ്റെ പേരിൽ സഫർ ചെയ്യേണ്ടതായിട്ടുള്ള റീസൺ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനുമില്ല. അവർക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യം ലഭിക്കണമെന്നുള്ള ബേസിക് റൈറ്റ് അവരുടെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ന്യായമാണ്.
അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഒരു കാര്യങ്ങൾ കുറേ കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുന്നത് ഈ ഒരു റീജിയണിൽ നടക്കുന്ന എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിറ്റികൾക്ക് ഇതിനൊരു വലിയ രീതിയിലുള്ള പങ്കുണ്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഹമാസിൻ്റെ പ്രവർത്തനങ്ങളാണേലും ഈ രീതിയിൽ നടക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഇവരുടെ അതായത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡിബേറ്റുകളിലേക്കോ അല്ലെങ്കിൽ ചർച്ചകളിലേക്കോ ചെന്നിട്ട് ഈ ഒരു പ്രശ്നം നടത്തുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബേസിക്കലി ഇപ്പോൾ ഞാനൊരു കൺക്ലൂസീവായിട്ടുള്ള ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും നമുക്കിതിനകത്ത് ഒരു എക്സാക്റ്റ് പോയിന്റിലേക്ക് ചെന്നിട്ട് ഇസ്രായേലാണ് ശരിയെന്നും അതുപോലെ തന്നെ പാലസ്തീനാണ് ശരിയെന്നും നമുക്കതിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. രണ്ട് പേരുടെയും ഭാഗത്ത് അവരവരുടേതായിട്ടുള്ള ന്യായങ്ങളുമുണ്ട്, അവരവരുടേതായിട്ടുള്ള തെറ്റുകളും ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് ചർച്ചകളിലൂടെ മാത്രമേ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂവിന് ഒരു പരിഹാരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഒരിക്കലും ഒരു വെപ്പൺസ് അല്ല ഒരു ആയുധം യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണം, യുദ്ധം എന്നതിലൂടെ ഒന്നും ഒരിക്കലും ഇസ്രായേലിനെയും പാലസ്തീനും ഇടയിലുള്ള പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അല്ലെങ്കിൽ ആ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറ്റൊരു വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കമൻറ്റ് ചെയ്യുക കേട്ടോ. മാക്സിമം ഒരു പക്ഷവും ഇതിനകത്ത് പിടിക്കാനായിട്ട് ശ്രമിച്ചില്ല. എനിക്ക് രണ്ട് പേരുടെയും ഭാഗത്ത് ന്യായം പറയുന്ന പല കാര്യങ്ങളും രണ്ട് പേരുടെ ഭാഗത്ത് ന്യായമുണ്ട്, അതുപോലെ തന്നെ അന്യായമുണ്ട്. സോ കോമൺ ആയിട്ട് ഈ ഒരു രണ്ട് പാർട്ടികളും ചേർന്നിട്ടുള്ളൊരു ഡിബേറ്റ്, ചർച്ച കാര്യങ്ങളിൽ കൂടെ മാത്രമേ ഇവർക്ക് ഇവരുടെ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.